ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൂൾസാണ് സോളിഡ് ടൂൾസ്. ഔട്ടർ ഷെല്ല്, ഇൻ്റർസെക്റ്റ്, യൂണിയൻ, സബ്സ്ട്രാക്റ്റ്, ട്രിമ്മ്, സ്പ്ലിറ്റ്. ഈ 6 ടൂൾസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും, അഥവാ ഇവിടെ അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, അതിൽ നിന്ന് സോളിഡ് ടൂൾസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ വ്യൂവിൽ ടൂൾ ബാറിൽ പോയി അതിൽ നിന്ന് സോളിഡ് ടൂൾസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ ടൂൾസിൽ നിന്ന് സോളിഡ് ടൂൾസിൽ നമുക്ക് ആവശ്യമായ സോളിഡ് ടൂൾസ് സെലക്ട് ചെയ്യാവുന്നതാണ്. സോളിഡ് ടൂൾസ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം അത് സോളിഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ ചെയ്ത സോളിഡ് എല്ലാം ഗ്രൂപ്പ് ആക്കിയിരിക്കണം. ഇവിടെ ഞാൻ 3 സോളിഡ്സ് വരച്ചിട്ടുണ്ട്, 3 ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ പുതിയത്തെ 1 അൺഗ്രൂപ്പാക്കി, അതായത് എക്സ്പ്ലോർഡ് ചെയ്തു, ഗ്രൂപ്പ് കളയാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോർഡ് ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഈ 2 സോളിഡ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേതെങ്കിലും കൊടുക്കുക. ഇപ്പോൾ ഔട്ടർ ഷെഡ് കൊടുക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യില്ല, കാരണം നമ്മൾ ഗ്രൂപ്പ് എക്സ്പ്ലോർഡ് ചെയ്തു. ഇനി ഗ്രൂപ്പ് ഞാൻ വീണ്ടും ഗ്രൂപ്പാക്കി, മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. ഇനി നമ്മൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു സോളിഡിൻ്റെ ഒരു സർഫസ് ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ഈ സോളിഡ് ടൂൾസ് വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഔട്ടർ ഷെല്ലിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാണ്. അപ്പോഴും മെസ്സേജ് വരും, നോട്ട് എ സോളിഡ് ഓർ ലോക്ക്ഡ് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ സോളിഡിൻ്റെ ഉള്ളിലത്തെ എല്ലാ സർഫസും ഫിനിഷ്ഡ് ആയിരിക്കണം. ഇപ്പോൾ വല്ല സർഫസൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കാവില്ല. ഇനി നമ്മുടെ സോളിഡിൻ്റെ ഉള്ളിൽ അൺവാണ്ടഡ് ലൈൻ സെഗ്മെൻറ്റ്സിൻ്റെ ആയിരിക്കുക, അപ്പോഴും നമ്മുടെ സോളിഡ് വർക്കാവില്ല, സോളിഡ് ടൂൾസ് വർക്കാവില്ല. അപ്പോൾ ഈ 2 സോളിഡ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം പുറണം ഔട്ടർ ഷെല്ല് വർക്ക് ചെയ്യുമോ നോക്കി, അപ്പോഴും വർക്കാവില്ല, കാരണം അൺവാണ്ടഡ് ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ട്, അപ്പോഴും വർക്കാവില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സോളിഡ് ലോക്ക്ഡ് ആണെന്ന് വിചാരിക്കുക, അതായത് ഇപ്പോൾ ഒരു സോളിഡ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഞാൻ ലോക്കാക്കി വെച്ചിട്ട് വിചാരിക്കുക, അപ്പോഴും ഇത് വർക്കാവില്ല. ഇപ്പോൾ ഈ 2 സോളിഡ് ഞാൻ സെലക്ട് ചെയ്തു, അതിനുശേഷം ഔട്ടർ ഷെല്ല് കൊടുത്തു, അപ്പോഴും വർക്കാവില്ല. അപ്പോൾ ഇതിൻ്റെ ലോക്ക് കളയാൻ ഇത് വീണ്ടും സെലക്ട് ചെയ്തു, അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ അൺലോക്ക് കൊടുത്തു. അപ്പോൾ ഒന്നാമത് സോളിഡ് ആയിരിക്കണം, ആ സോളിഡ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കണം. പിന്നെ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലത്തെ സർഫസുകളൊക്കെ ഫിനിഷ്ഡ് ആയിരിക്കണം, വല്ല സർഫസ് ഡിലീറ്റ് ആവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സർഫസിൻ്റെ ഉള്ളിൽ അൺവാണ്ടഡ് ലൈൻ സെഗ്മെൻറ്റ്സ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ സോളിഡ് ലോക്കായിരിക്കാൻ പാടില്ല, എന്നെങ്കിൽ മാത്രമേ നമുക്ക് സോളിഡ് ടൂൾസ് വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്ട്രാക്ഷൻ ടൂളാണ്, സബ്സ്ട്രാക്റ്റ്. അപ്പോൾ ആദ്യം സബ്സ്ട്രാക്റ്റ് എടുത്തു. ഏത് സോൾഡാണോ സബ്സ്ട്രാക്റ്റ് ആയി പോകേണ്ടത് ആ സോൾഡിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് സോൾഡിൽ നിന്നാണ് സബ്സ്ട്രാക്റ്റ് ആവേണ്ടത് അതും സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ട ആ സോൾഡ് ആ പോർഷൻ ഡിലീറ്റ് ആയി, അതായത് രണ്ടും കൂടിയിട്ടുള്ള ആ പോർഷൻ ഡിലീറ്റ് ചെയ്താൽ. ഇനി കൺട്രോൾ സെറ്റ് അടിച്ചു, അതായത് ഈ സോൾഡ് മൊത്തം അവിടെ നിന്ന് ഡിലീറ്റ് ആയി. അതാണ് സബ്സ്ട്രാക്ഷൻ ടൂൾ യൂസ് ചെയ്താലുള്ള വ്യത്യാസം. ഇനി അതിന് പകരം ഞാൻ സബ്സ്ട്രാക്ഷൻ ടൂൾ എടുത്തിട്ട് ആദ്യക്ക് ഈ സോൾഡാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക, ഇതാണ് ഡിലീറ്റ് ആയി പോകേണ്ടതെന്ന് വിചാരിച്ചാൽ ഇത് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇത് സെലക്ട് ചെയ്തു. കണ്ട അപ്പോൾ ആ പോർഷനാണ് സബ്സ്ട്രാക്റ്റ് ആയിട്ട് പോയത്, ആ സോൾഡിൻ്റെ പോർഷൻ സബ്സ്ട്രാക്റ്റ് ആയി പോകും. അത് ആദ്യക്ക് സെലക്ട് ചെയ്യുന്ന സോൾഡ് അതിൽ നിന്ന് ഡിലീറ്റ് ആവും, അതാണ് സബ്സ്ട്രാക്ഷൻ ടൂൾ. ഇനി നമ്മൾ സബ്സ്ട്രാക്ഷന് പകരം ട്രിമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ട്രിം ടൂൾ യൂസ് ചെയ്തു. ട്രിം ടൂൾ യൂസ് ചെയ്താൽ ഇത് ഞാൻ മൾട്ടിപ്പിൾ കോപ്പി എടുത്ത ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസാണിത്, ഇതേ സാധനം തന്നെ. ട്രിം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ സബ്സ്ട്രാക്ഷൻ പോലെ തന്നെ, പക്ഷേ ഡിലീറ്റ് ആവില്ല. ആദ്യം ഞാൻ ഫസ്റ്റ് സോൾഡ് സെലക്ട് ചെയ്തു, അതിനുശേഷം അടുത്ത സോൾഡ് സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ട അവിടെ ഒരു കറുത്ത നിറം വന്നു, ഇവിടെ ഇവിടെ ഒരു കറുത്ത നിറം എക്സ്ട്രാ വന്ന് കാണാം, ഇവിടെയും ഇവിടെയൊക്കെ. പക്ഷേ ഇവിടെ ഒന്നും കറുത്ത നിറം ഉണ്ടാവില്ലായി, അത് സെലക്ട് ചെയ്തതിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ കണ്ട ഇവിടെ ഒന്നും കറുത്ത നിറം ഇല്ല, ഇവിടെ ഒന്നും. ഇപ്പോൾ അടുത്ത സോൾഡ് സെലക്ട് ചെയ്തു, ഇപ്പോൾ ഇവിടെയും കറുത്ത നിറം വന്നു. ഇനി അങ്ങനെ അടുത്ത എല്ലാ സോൾഡും സെലക്ട് ചെയ്തു, അതായത് മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ട്രിം ചെയ്ത് കളയാൻ പറ്റും. ഇനി ഞാൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ബാർ അടിച്ചു, പുറത്തൊരു ക്ലിക്കും ചെയ്തു. ഇനി നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇതെടുക്കാൻ പറ്റും. മൂവ് ടൂൾ യൂസ് ചെയ്തു, അപ്പോൾ ആ സോൾഡ് ഞാൻ സെപ്പറേറ്റ് മൂവ് ചെയ്തു. കണ്ട ഇപ്പോൾ ഇത് സബ്സ്ട്രാക്റ്റ് ആയില്ല, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയാണ് ഇത്. ഇവിടെ സബ്സ്ട്രാക്ഷൻ ടൂൾ യൂസ് ചെയ്തപ്പോൾ സബ്സ്ട്രാക്റ്റ് ആവാണ് ചെയ്തത്. അതാണ് സബ്സ്ട്രാക്റ്റും ട്രിമ്മും തമ്മിലുള്ള വ്യത്യാസം. ട്രിം യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഞാൻ എക്സ്റേ മോഡൽ ഇടുകയാണ്. എക്സ്റേ മോഡൽ ഇട്ടു. ഇങ്ങനെ ട്രിം ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുമെന്ന് നോക്കണമെങ്കിൽ ട്രിം ടൂൾ യൂസ് ചെയ്തു. ആദ്യം ഈ സോളിഡിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം മറ്റുള്ള സോളിഡ് സെലക്ട് ചെയ്യുമ്പോൾ ട്രിം ചെയ്ത് പോകുന്നത് കാണാം. കണ്ട ഇപ്പോൾ ഇങ്ങനെ ട്രിമ്മായി ഇങ്ങനെയാണ് ട്രിം ആവുന്നത് ട്രിം ടൂൾ യൂസ് ചെയ്യുമ്പോൾ. ഇനിയാണ് എക്സ്റേ മോഡ് ഓഫാക്കി. കണ്ട അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഈ സോൾഡ് ഈ അറ്റം വരെ ഉണ്ടായിരുന്നു. ട്രിം ചെയ്തപ്പോൾ കണ്ട ഈ സോൾഡ് നിന്ന് ഈ സോൾഡ് ട്രിമ്മായി പോയി. അതാണ് ട്രിം ടൂൾ യൂസ് ചെയ്താലുള്ള വ്യത്യാസം. ട്രിം ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ്
സോളിഡ്സ് നമുക്ക് സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അതായത് സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ നമുക്ക് മാറ്റി വയ്ക്കാനും പറ്റും. അതാണ് ട്രിം ഇതാണ് വ്യത്യാസം. ഇനി നമുക്ക് രണ്ട് സോൾഡിന്റെ ഇന്റർസെക്റ്റ് ആയ പോർഷൻ മാത്രം കിട്ടണമെങ്കിൽ ഞാൻ ഈ സോൾഡ് മൂവ് ചെയ്തൊക്കെയാണ്. സോൾഡ് സെലക്ട് ചെയ്തു, മൂവ്. ഇപ്പൊ രണ്ട് സോൾഡിന്റെ ഇന്റർസെക്റ്റ് പോർഷൻ, ഇവിടെ ഇപ്പൊ ഇന്റർസെക്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ഇന്റർസെക്റ്റ് ഇല്ലാണ്ട് നമ്മളിപ്പോ ഇന്റർസെക്റ്റിന്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് സോൾഡിന്റെ ഇന്റർസെക്റ്റ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ മൊത്തത്തിൽ പോയി. ഇന്റർസെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൊത്തമായിട്ട് പോകും. അപ്പൊ ഞാൻ ഈ സോൾഡ് സെലക്ട് ചെയ്തു, അത് ഓൾറെഡി ഗ്രൂപ്പാണ്, അതിനെ മൂവ് ചെയ്തു, എങ്ങനെ വെച്ചു. ഈ രണ്ട് സോൾഡിന്റെയും ഇന്റർസെക്റ്റ് പോർഷൻ ഈ ഒരു റെക്ടാങ്കിൾ പോർഷൻ ആണ്, ഈ ഒരു ചെറിയ പോർഷൻ. അത് മാത്രമായിട്ട് കിട്ടണമെങ്കിൽ ഇന്റർസെക്റ്റ് ഓപ്ഷൻ എടുത്തു, ഫസ്റ്റ് സോൾഡ് സെലക്ട്, സെക്കൻഡ് സോൾഡ് സെലക്ട്, രണ്ടിന്റെയും ഇന്റർസെക്റ്റ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടും. ഇതാണ് ഇന്റർസെക്റ്റ് പോർഷൻ. ഇന്റർസെക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അത് എക്സ്റേയിട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഇന്റർസെക്റ്റ് എടുത്തു, ഫസ്റ്റ് സോൾഡ്, സെക്കൻഡ് സോൾഡ്, കണ്ട അതാണ് ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് സോൾഡ് എക്സ്റേ മോഡ് ഓൺ ആക്കിയിട്ടാണ്. രണ്ട് സോൾഡ് കണ്ട, ഒരു റെക്ടാങ്കിൾ പീസും ഒരു സിലിണ്ടർ പീസും, രണ്ട് സോൾഡും ഇവിടെ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് രണ്ടും കൂടിയിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഇന്റർസെക്റ്റ് കൊടുത്തു. കണ്ട രണ്ടിൻ്റെ കൂടിയിട്ട് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോർഷനാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇന്റർസെക്റ്റ് യൂസ് ചെയ്താൽ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഏത് പോർഷനാണോ ആ പോർഷൻ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഔട്ടർ ഷെല്ലും യൂണിയനും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കാം. അതിന് ആദ്യം എക്സ്റേയിൽ ഇട്ടു. ഇപ്പോൾ കണ്ട, ഇപ്പോൾ ഈ ഒരു ക്യൂബും ഇതും രണ്ടും രണ്ട് സോൾഡാണ്. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഷെല്ല് കൊടുത്തു വിചാരിക്കുക. ഔട്ടർ ഷെല്ല് കൊടുത്തു, ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. കണ്ട, അത് രണ്ടും കൂടിയിട്ട് ഒറ്റ ഒബ്ജക്റ്റായി, അതായത് ഒറ്റ സിംഗിൾ സോൾഡായി. അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ പോവുകയും ചെയ്തു. കണ്ട, അത് ഉള്ളിലത്തെ എൻറ്റിറ്റീസൊക്കെ പോവുകയും ചെയ്തു. അതേപോലെ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് സോൾഡും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഔട്ടർ ഷെല്ല് കൊടുത്തു വിചാരിക്കുക. കണ്ട, അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ പോയി, അതായത് ഔട്ടർ പോർഷൻ മാത്രമല്ലോ. കമ്പൈൻ ഓൾ സെലക്റ്റഡ് സോളിഡ്സ് ഇൻ ടു സിംഗിൾ സോൾഡ് ആൻഡ് റിമൂവ് ഓൾ ഇൻറ്റീരിയർ എൻറ്റിറ്റീസ്. ഇൻറ്റീരിയർ പോർഷനൊക്കെ പോയി, അതാണ് ഇവിടെ ഉണ്ടായത്. ഇനി ഇത് തന്നെ ഇത് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ യൂണിയൻ കൊടുത്തു. അപ്പോൾ അവിടെയും നമുക്ക് വലിയ വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. അതേപോലെ ഇവിടെയും സെലക്ട് ചെയ്ത് യൂണിയൻ കൊടുത്തു. ഇപ്പോൾ ഇവിടെയും അതേപോലെ ക്രിയേറ്റ് ആവണം. യൂണിയൻ വൃത്തിയിൽ മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ രണ്ട് ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ വോയിഡുള്ള ഷേപ്പ്, അതായത് ഇപ്പോൾ ഫുള്ളി സോൾഡ് അല്ല, സോൾഡ് തന്നെയാണ് പക്ഷെ ഉള്ളിൽ വോയിഡ് ഉണ്ട്. കണ്ട, യൂണിയൻ പറഞ്ഞാൽ കമ്പൈൻ ഓൾ സെലക്റ്റഡ് സോൾഡ്സ് ഇൻ ടു സിംഗിൾ സോൾഡ് ബട്ട് കീപ്പ് ഇൻറ്റീരിയർ വോയിഡ്സ്. അത് ഉള്ളിലുള്ള വോയിഡ്സ് അതേപോലെ കീപ്പ് ചെയ്യും. അപ്പോൾ അതിനാണ് ഈ ഉള്ളിൽ വോയിഡ്സ് ആയിട്ടുള്ള രണ്ട് സോൾഡ് വരച്ചു വെച്ചു. അതിനുശേഷം ഇതിനെ ഞാൻ മൂവ് ചെയ്തു, ആദ്യം റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം റെഡ് ആക്സിസിൽ വെച്ചു, ഒരു 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം മൂവ് ചെയ്തിട്ട് ഇത് ഈ പോയിന്റിലേക്ക് വെച്ചു. നമുക്ക് എക്സ്റേയിൽ ഓൺ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ കണ്ട, ഇങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളിൽ ഇരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഔട്ടർ ഷെല്ല് കൊടുത്തപ്പോൾ കണ്ട, ഔട്ടറിത്തെ മാത്രമല്ലോ, ബാക്കിയുള്ള ഇന്നർ പോർഷൻ മൊത്തം പോയി. ഞാൻ കൺട്രോൾ സെറ്റ് അടിച്ചു. ഇനിയാണ് യൂണിയൻ കൊടുക്കുക. അത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം യൂണിയൻ കൊടുത്തപ്പോൾ കണ്ട, അതിൻ്റെ ഉള്ളിലത്തെ ആ വോയിഡ് പോർഷൻ പോയിട്ടില്ല. വോയിഡ് അവിടെ നിർത്തും. അതാണ് കമ്പൈൻ ഓൾ സെലക്റ്റഡ് സോളിഡ്സ് ഇൻ ടു സിംഗിൾ സോൾഡ്, ഇൻറ്റീരിയർ വോയിഡ്സ് അതേപോലെ നിലനിർത്തും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓണാക്കിയിട്ട് ഈ ഫേസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. കേട്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുക. ആ വോയിഡ്സിൻ്റെ ആ സ്പേസ് നിലനിർത്തും. മറ്റേതിൽ അങ്ങനെയല്ല, മറ്റേതിൽ മൊത്തമായിട്ട് പോകും. അതാണ് ഔട്ടർ ഷെല്ലും യൂണിയനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂള് സ്പ്ലിറ്റ് ടൂളാണ്. ഇതിപ്പോൾ ഇതൊരു സോൾഡ് ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ സ്പ്ലിറ്റ് കൊടുത്തു. ഇനി കണ്ട, ഇത് സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ പറ്റും, ഇത് സെപ്പറേറ്റ് മൂവ് ചെയ്യാം, ഇത് സെപ്പറേറ്റ് മൂവ് ചെയ്യാം, ഇതും സെപ്പറേറ്റ് മൂവ് ചെയ്യാം. അതായത് മൂന്നും സെപ്പറേറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് സ്പ്ലിറ്റ് ടൂളിൻ്റെ ഗുണം. സ്പ്ലിറ്റ് ടൂൾ യൂസ് ചെയ്താൽ മൂന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്പ്ലിറ്റ് ടൂൾ. സ്പ്ലിറ്റ് ആ ടൂളിൻ്റെ നെയിം തന്നെ, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് ടൂൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം.